ഇന്ന് നടന്ന WWE സ്പെഷ്യൽസ് ബാക്ക്ലാഷിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു ഷോ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഷോ ആയിട്ടാണ് തോന്നിയത്. അതായത് മൊത്തത്തിൽ 5 മാച്ചാണ് നടന്നത്. അതിൽ ഒരു മാച്ച് ഒഴികെ ബാക്കി എല്ലാ മാച്ചും നല്ല രീതിയിൽ സെറ്റായിട്ട് പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് റാൻഡി ഓർട്ടൻ, ജോൺ സീന ഇവരുടെ മാച്ചൊന്നും ഒരു രക്ഷയുണ്ടായിരുന്നില്ല. പിന്നെ മാക്സിമം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ WWE സൈറ്റിൽ ഇതുവരേക്കും ഫോട്ടോസ് ഒന്നും വന്നിട്ടില്ല. ഇനി അഥവാ അവർ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ പലയിടത്തുനിന്നായി കളക്ട് ചെയ്ത ഫോട്ടോസ് വെച്ചായിരിക്കും ഞാൻ വീഡിയോ ചെയ്യുക. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി ബാക്ക്ലാഷിൽ ഫസ്റ്റ് നടന്ന മാച്ച് ഏതാണെന്ന് നോക്കുമ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് ഫാറ്റൽ 4-way മാച്ചാണ്. ഈ മാച്ച് നടന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻ ജേക്കബ് ഫാട്ടു, ഡാമിൻ പ്രീസ്റ്റ്, ഡ്രൂ മാക്കൻടയർ ആൻഡ് LA നൈറ്റ് ഇവർക്കാണ്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത്. അതായത് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരേക്കും ഒരു സ്ഥലത്തും സ്ലോ ആവാതെ നല്ല ഫാസ്റ്റായിട്ടാണ് ഈ മാച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അതും ഒരുപാട് ഫിനിഷറൊക്കെ കാണിച്ച് നല്ല ഇൻട്രസ്റ്റിംഗ് ആക്കി കൊണ്ടുപോയിട്ടുണ്ട്. മാച്ചിന്റെ പകുതിക്ക് വെച്ചുകൊണ്ട് LA നൈറ്റ് ജേക്കബ് ഫാട്ടിനെ BFT ചെയ്തു. LA നൈറ്റിനെ ഡാമിൻ പ്രീസ്റ്റ് സ്റ്റോക്സ്ലാം ചെയ്തു. ഡാമിൻ പ്രീസ്റ്റിനെ ഡ്രൂ മാക്കൻടയർ ക്ലൈമോർ ചെയ്തപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് പിന്നാവാൻ നോക്കുന്നതായിട്ടും പിന്നീട് ഡ്രൂ മാക്കൻടയർ ആ പിന്നെല്ലാം ഒഴിവാക്കി വിടുന്നതായിട്ടും കാണിച്ചിരുന്നു. അതുപോലെ മാച്ചിന്റെ അവസാനത്തോട് കൂടിയിട്ട് ഇവർ രണ്ടുപേരും, അതായത് ഡ്രൂ മാക്കൻടയറും ഡാമിൻ പ്രീസ്റ്റ് ഫൈറ്റ് ചെയ്ത് ഫാൻസിന്റെ അവിടേക്കെല്ലാം പോകുന്നതായിട്ടും അവിടെ വെച്ചുകൊണ്ട് ടേബിളിന് മുകളിലേക്ക് ഡാമിൻ പ്രീസ്റ്റ് ഡ്രൂ മാക്കൻടയറിനെ എടുത്തടിച്ചുകൊണ്ട് ഇവർക്ക് പരിക്ക് പറ്റുന്നതൊക്കെ ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അതായത് പിന്നീട് അവർക്ക് മാച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന ടൈപ്പിൽ പിന്നീട് LA നൈറ്റ് മാച്ച് വിൻ ചെയ്യാൻ പോകുന്നത് പോലെ കാണിച്ചു. അതായത് അനൗൺസ് ടേബിളിന്റെ മുകളിലേക്കെല്ലാം ജേക്കബ് ഫാട്ടുവിനെ ഇട്ടുകൊണ്ട് അറ്റാക്ക് ചെയ്യാൻ നോക്കിയ സമയത്ത് സോളോ സിക്കാവ വന്ന് ജേക്കബ് ഫാട്ടുവിനെ സേവ് ചെയ്തു. പിന്നീട് LA നൈറ്റ് സോളോ സിക്കാവയെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ ഇവരുടെ ഫാമിലിയിൽ നിന്നും മറ്റൊരു റെസ്ലർ വന്നു. അപ്പോൾ അത് മറ്റാരുമല്ല, ജെഫ് കോപ്പ് എന്ന റെസ്ലർ ആയിരുന്നു. പിന്നീട് ഇവരെല്ലാം ചേർന്ന് LA നൈറ്റിനെ അറ്റാക്ക് ചെയ്ത് ജേക്കബ് ഫാട്ടുവിനെ ഇട്ട് കൊടുത്തു. ജേക്കബ് ഫാട്ടു ഈ ഒരു മാച്ച് വിൻ ചെയ്തു. വിൻ ചെയ്തതിന് ശേഷം ഇവർക്കൊരു ബഹുമാനം കൊടുക്കാതെ ജേക്കബ് ഫാട്ടു ചാമ്പ്യൻഷിപ്പുമായി പോയി. അതായത് സോളോ സിക്കാവ, ജേക്കബ് ഫാട്ടു ഇവർക്കുള്ള സ്റ്റാർട്ടിങ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ മാച്ച് മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. അതുപോലെ ഡ്രൂ മാക്കൻടയർ, ഡാമിൻ പ്രീസ്റ്റ് ഇവരുടെ സ്റ്റോറി കണ്ടിന്യൂ ചെയ്തതും കൊള്ളാം. പിന്നീട് IC ചാമ്പ്യൻഷിപ്പ് മാച്ച്, IC ചാമ്പ്യൻ ലൈറ വൾക്കീരിയ വേഴ്സസ് ബെക്കി ലിഞ്ച്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ അത്യാവശ്യം നല്ല മാച്ച് ആകും എന്നാണ് വിചാരിച്ചത്. എന്നാൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ മുകളിൽ ഈ മാച്ച് വന്നിട്ടുണ്ട്. രണ്ടുപേരും നന്നായി തന്നെയാണ് പെർഫോമൻസ് ചെയ്തിട്ടുള്ളത്. ബെക്കി ലിഞ്ചിന്റെ മാൻ ഹാൻഡിൽ ഫിനിഷർ 2 പ്രാവശ്യത്തോളമൊക്കെ ലൈറ വൾക്കീരിയ കിക്ക് ഔട്ട് ചെയ്ത് മാച്ച് നല്ല ഇൻട്രസ്റ്റിംഗ് ആക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതുപോലെ ബെക്കി ലിഞ്ച് ചീറ്റ് ചെയ്ത് വിൻ ചെയ്യാൻ നോക്കുന്നത് പോലെയും കാണിച്ചിരുന്നു. അതായത് ടേൺ ബക്കിളിന്റെ അവിടെയുള്ളതെല്ലാം അഴിച്ചു കളഞ്ഞുകൊണ്ടും ചെയറെല്ലാം എടുത്തു വന്നുകൊണ്ടും. പിന്നെ ഈ മാച്ചിൽ നമ്മൾ ബെയ്ലി വരും എന്ന് വിചാരിച്ചു, പക്ഷെ അത് നടന്നില്ല. മാച്ചിന്റെ അവസാനത്തിൽ ബെക്കി ലിഞ്ച് വീണ്ടും ഫിനിഷർ ചെയ്യാൻ നോക്കിയപ്പോൾ ലൈറ വൾക്കീരിയ റോൾ പിൻ ചെയ്ത് ബെക്കി ലിഞ്ചിനെ ഈ മാച്ചിൽ തോൽപ്പിച്ചു. ശേഷം ബെക്കി ലിഞ്ച് ലൈറ വൾക്കീരിയനെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്തു, ലോക്കെല്ലാം ഉപയോഗിച്ചുകൊണ്ട്. അപ്പോഴും ബെയ്ലി വരും എന്നാണ് വിചാരിച്ചത്, പക്ഷെ ബെയ്ലി മാത്രം വന്നില്ല. എന്തായാലും ബെക്കി ലിഞ്ചിനെ തോൽപ്പിച്ചുകൊണ്ട് ലൈറ വൾക്കീരിയ സ്റ്റിൽ IC ചാമ്പ്യനായേക്കാണ് ഇന്ന്. അപ്പോൾ ഇത് നല്ല റിസൾട്ട് ആയിട്ടാണ് തോന്നിയത്. അതായത് ബെക്കി ലിഞ്ചിന് ഇപ്പോൾ ചാമ്പ്യൻഷിപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. ലൈറ വൾക്കീരിയ തന്നെ വിൻ ചെയ്തതുകൊണ്ട് അവരുടെ കരിയറിന് അത് നല്ലതാണ്. അടുത്ത മാച്ച് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മാച്ച്. ഈ മാച്ച് നടന്നത് IC ചാമ്പ്യൻ ഡൊമിനിക് മിസ്റ്റീരിയോ വേഴ്സസ് പെൻഡ ഇവർക്കാണ്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ ഇതും നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. മാച്ചിന്റെ അവസാനത്തിൽ എപ്പോഴത്തെയും പോലെ കാർലിറ്റോ വന്നുകൊണ്ട് ചീറ്റ് ചെയ്ത് വിൻ ചെയ്യാൻ നോക്കുന്നത് പോലെയെല്ലാം കാണിച്ചിരുന്നു. പിന്നെ ഈ മാച്ചിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഡൊമിനിക് മിസ്റ്റീരിയോനെ റിംഗ് സൈഡിൽ വെച്ചുകൊണ്ട് പെൻഡ മെക്സിക്കൻ ഡിസ്ട്രോയർ എല്ലാം ചെയ്തത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇനി മാച്ചിന്റെ അവസാനത്തിൽ ജഡ്ജ്മെന്റ് ടീം ഉൾപ്പെടെയെല്ലാം വന്നുകൊണ്ട്, അതായത് ഫിൻ ബാലർ എല്ലാം വന്നുകൊണ്ട് ചെയറെല്ലാം വെച്ച് അറ്റാക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ റെഫറി അത് കണ്ടുപിടിച്ച് ഇവരോട് ബാക്ക് സ്റ്റേജിലോട്ട് പോകാനായിട്ട് ആവശ്യപ്പെട്ടു. പിന്നീട് നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് പോലെ തന്നെ പെൻഡ വിൻ ചെയ്യാൻ പോകുമ്പോൾ എൽ ഗ്രാൻഡ് അമേരിക്കാനോ മാസ്ക് എല്ലാം വെച്ച് വന്നുകൊണ്ട് പെൻഡയെ അറ്റാക്ക് ചെയ്തു. ശേഷം ഡൊമിനിക് ഫ്രോഗ് സ്ലാഷ് ഫിനിഷർ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ ഡൊമിനിക്കാണ് സ്റ്റിൽ IC ചാമ്പ്യൻ ആയത്. അപ്പോൾ ഇതും നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. പിന്നെ എൽ ഗ്രാൻഡ് അമേരിക്കാനോ ആയിട്ട് ഇനി പെൻഡയ്ക്ക് നല്ല സ്റ്റോറി പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഈ സ്റ്റോറി ഇപ്പം വേണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇനി മണി ഇന്ത്യ ബാങ്കൊക്കെ വരുമ്പോൾ അതിൽ പെൻഡ, റൈ ഫീനിക്സ് ഇവരെയെല്ലാം ആഡ് ചെയ്തിരുന്നുവെങ്കിൽ നല്ല ഹൈ ഫ്ലൈ മൂവെല്ലാം കാണാമായിരുന്നു. നോക്കാം അപ്പോഴത്തേക്കും ഈ മാച്ചൊക്കെ ഒതുക്കി വിടുമോ എന്ന്. അടുത്ത മാച്ച് പാറ്റ് മെക്കാഫി വേഴ്സസ് ഗുന്തർ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് അവസാനിപ്പിക്കേണ്ട മാച്ച് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഭയങ്കരമാക്കി കാണിക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. പക്ഷെ ഒന്നും കണക്റ്റ് ആയില്ല. അതായത് മൈക്കൽ കോളിനെ എല്ലാം കൊണ്ടുവന്ന്
പാറ്റ് മെക്കാഫി വിൻ ചെയ്യാൻ പോകുന്നത് പോലെയെല്ലാം കാണിച്ചിരുന്നു. അതുപോലെ ഈ മാച്ചിന്റെ റിസൾട്ടും അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റ് ആയില്ല. അതായത് പാറ്റ് മെക്കാഫി പോലെയുള്ള ഒരാള് ഗന്തറിന്റെ സബ്മിഷൻ ലോക്കിൽ ടാപ്പ് ഔട്ട് ചെയ്യാതിരുന്നതൊക്കെ വളരെ മോശമായി തോന്നി. ഇതിന്റെ കാരണം റെസൽമേനിയയിൽ ജെയ്യൂസ് ഗന്തറിനെ ടാപ്പ് ഔട്ട് ചെയ്യിപ്പിച്ചതാണ്. അപ്പൊ അത് ഇവിടെ തിരുത്തുമെന്ന് വിചാരിച്ച ഈ മാച്ചിൽ അങ്ങനെയൊന്നും കാണിച്ചില്ല. ചുരുക്കി പറയുകയാണെങ്കിൽ ഗന്തറിനെ നൈസായിട്ട് തേച്ച് വെച്ചിട്ടുള്ള മാച്ചാണ് ഇത് അത്രയ്ക്കൊന്നും കണക്ട് ആയില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടാകാം. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ഇനി ബാക്ക്ലാഷ് മെയിൻ ഇവന്റ് മാച്ച് അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പ് WWE ചാമ്പ്യൻ ജോൺ സീന വേഴ്സസ് റാൻഡി ഓർട്ടൻ. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ ഇവർക്ക് ലാസ്റ്റ് ടൈം മാച്ചായിട്ടാണ് ഈ മാച്ച് പ്രൊമോട്ട് ചെയ്തത്. നല്ല ഹൈപ്പ് ഈ മാച്ചിനുണ്ടായിരുന്നു. അപ്പോൾ ആ ഹൈപ്പിനനുസരിച്ച് ഈ മാച്ച് വന്നോ എന്ന് ചോദിച്ചാൽ 100% വന്നിട്ടുണ്ട്. ഇവർ രണ്ടുപേരും വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് ജോൺ സീന ഒരുപാട് നാളുകൾക്ക് ശേഷം നല്ല പെർഫോമൻസ് ഈ മാച്ചിൽ ചെയ്തിട്ടുണ്ട്. അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, റാൻഡി ഓർട്ടൻ. അതായത് ഇവർ തമ്മിലുള്ള കെമിസ്ട്രി നല്ല വർക്കായതുകൊണ്ടാണ് ഈ മാച്ചിൽ സീന നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടുള്ളത്. മാച്ചിന്റെ പകുതിക്ക് വെച്ച് സീന റാൻഡി ഓർട്ടനെ ചെയ്യാൻ നോക്കിയപ്പോൾ റാൻഡി ഓർട്ടൻ അത് റിവേഴ്സ് ചെയ്ത് RKO ആക്കി മാറ്റി. അതുപോലെ സീന ചെയ്തപ്പോൾ റാൻഡി അതെല്ലാം കിക്ക് ഔട്ട് ചെയ്ത് മാച്ച് മുന്നോട്ട് കൊണ്ടുപോയി. അതുപോലെ തന്നെ ഇവർ മാച്ചുമായി മുന്നോട്ട് പോകുമ്പോൾ റെഫറിക്ക് പരിക്ക് പറ്റുന്നതായിട്ടും എപ്പോഴത്തെയും പോലെ കാണിച്ചു. അങ്ങനെ മാച്ചിന്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാലും റാൻഡി ഓർട്ടൻ ജോൺ സീനയെ അനൗൺസ് ടേബിളിന്റെ അവിടെയെല്ലാം വെച്ച് അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ അപ്പോഴും റെഫറിക്ക് പരിക്ക് പറ്റുന്നതായിട്ട് കാണിച്ചിരുന്നു. പിന്നീട് സീനയെ എടുത്ത് അനൗൺസ് ടേബിളിന്റെ മുകളിലേക്കും മറ്റൊരു ടേബിളിന്റെ മുകളിലേക്കും മാറി മാറി റാൻഡി ഓർട്ടൻ ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് എല്ലാം ചെയ്തു. അതുപോലെ സീന ചാമ്പ്യൻഷിപ്പ് വെച്ച് അറ്റാക്ക് ചെയ്തപ്പോൾ അത് വന്ന റെഫറിക്ക് തന്നെ കിട്ടി. പിന്നീട് ആഡം പിയേഴ്സ് ടീമെല്ലാം വന്ന് ചെക്ക് ചെയ്യുന്നതായിട്ടും ദേഷ്യം വന്ന റാൻഡി ഓർട്ടൻ ഇവരെ എല്ലാവരെയും നിരത്തി RKO ചെയ്തുകൊണ്ട് ജോൺ സീനയെ പൊൺകിക്ക് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു. എന്നാൽ ആ സമയത്ത് ആർട്ടൂത്ത് അവിടെ ഒന്നുകൊണ്ട് റാൻഡി ഓർട്ടനെ തടയുന്നതായിട്ടും ശേഷം ദേഷ്യം വന്ന റാൻഡി ആർട്ടൂത്തിനെ RKO ചെയ്ത് നിൽക്കുന്ന സമയത്ത് തന്നെ സീന ലോ ബ്ലോ ചെയ്തു. അതുപോലെ ചാമ്പ്യൻഷിപ്പും വെച്ച് അറ്റാക്ക് ചെയ്തപ്പോൾ സ്റ്റെപ്പിന്റെ അവിടെ വെച്ച് അറ്റാക്ക് കിട്ടിയ റെഫറി അപ്പോഴത്തേക്കും എണീറ്റ് വന്നുകൊണ്ട് മാച്ച് അവസാനിപ്പിച്ചു. അതായത് റാൻഡി ഓർട്ടനെ പിൻ ചെയ്ത് ജോൺ സീന സ്റ്റിൽ WWE ചാമ്പ്യനായി മാറി ഈ മാച്ചിൽ. അപ്പോൾ ഈ മാച്ച് മൊത്തത്തിൽ അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത്. അതുപോലെ റാൻഡി ഓർട്ടന് ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഹോം ടൗൺ ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇവരുടെ മാച്ച് വേറെ ലെവലായിട്ടുണ്ട്. രണ്ടുപേരും അടിപൊളിയാക്കി മാച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ മാക്സിമം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മൊത്തത്തിൽ ബാക്ക്ലാഷ് നല്ലൊരു ഷോ ആയിട്ടാണ് തോന്നിയത്. മാച്ച് 5 ഉള്ളൂ. അതിൽ ഒരു മാച്ചാണെങ്കിൽ സെറ്റായില്ല. പിന്നെ റിട്ടേൺസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെ കൂടി ബ്ലഡ് ലൈൻ ടീമിലാണ് ഒരാൾ വന്നത്. അപ്പോൾ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.